Good morning and welcome to D Vlogs. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു മിനിറ്റ് ഞാൻ AC ഓഫ് ചെയ്യട്ടെ. നല്ല തണുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം അല്ലേ. ഞാൻ എൻ്റെ ആയുധങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കുവാണ്. രാവിലെ എണീറ്റ ഉടനെ തന്നെ ഫസ്റ്റ് അതാണ് ചെയ്യുന്നത്. എണീറ്റൊന്ന് പുറത്തേക്കൊക്കെ നോക്കി, പിന്നെ നമ്മൾ എന്താ ചെയ്യുക, മുടിയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയിൽ കെട്ടി വെക്കണം. നേരെ കിച്ചണിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മുടിയൊക്കെ ഒന്ന് അടക്കി ഒതുക്കി കെട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുമ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും എനിക്ക് മടിയായി തുടങ്ങും. അപ്പം ഞാൻ അത്ര വെച്ച് ഒപ്പിക്കും. പക്ഷേ ഇത്തവണ ഞാൻ രാത്രി ഞാൻ കിടക്കുന്നിടത്തോളം വരെയുള്ള, കിടക്കുന്നത് കാണിച്ചിട്ടില്ല, പക്ഷേ കിടക്കാൻ പോകുന്നത് വരെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് അശിക്ക് പോകാനുള്ള ദിവസമാണ്. അതുകൊണ്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ട് അശിക്ക് വേണ്ടത് തന്നെയാണ് സെറ്റാക്കി വയ്ക്കുന്നത്. അമ്മ ഓൾറെഡി വന്നിട്ട് കുറേ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പാലൊക്കെ എടുത്ത് തിളപ്പിച്ച് വെച്ചു. പിന്നെ ഇത് ബ്രോക്കോളി, ഉച്ചയ്ക്ക് വെജിറ്റബിൾസ് എടുക്കാറുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രോക്കോളി നമ്മൾ ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കും. അപ്പോഴേക്കും നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പാട കെട്ടാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ അറ്റി വെക്കുന്നുണ്ട്. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മുട്ട പൊളിക്കുക എന്നുള്ളത്. എന്ത് കളി കളിച്ചാലും അത് മര്യാദയ്ക്ക് പൊളിഞ്ഞു കിട്ടത്തില്ല. പകുതി തോലിൻ്റെ കൂടെ പോവും. അപ്പോൾ ദേഷ്യം വരും. ചിലതൊക്കെ എന്നാലും നല്ലോണം കിട്ടും കേട്ടോ, മിക്കതും പാളിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ദേഷ്യം വരും മുട്ട പൊളിക്കുക എന്ന് പറയുമ്പോൾ. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ എനിക്ക് എപ്പോഴും ഞാൻ വിചാരിക്കുന്നൊരു കാര്യമാണ്, രാവിലെ എണീറ്റ് ഫസ്റ്റ് കുറച്ച് വെള്ളം കുടിക്കുന്നത് പതിവാക്കണമെന്ന്. എപ്പോഴും എന്നോട് വിട്ടുപോകും ഗൈസ്. ആദ്യം എനിക്ക് ആ ഒരു ശീലം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴും അത് ഞാൻ നിർത്തി. പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. തുടങ്ങും നിന്നു പോകും അങ്ങനെയായി പോവാണ്. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വെജിറ്റബിൾസ് കട്ടിയാണ്. ഇടയിൽ ഞാനും കുറച്ച് കഴിക്കുന്നൊക്കെ ഉണ്ട്. രാവിലെ തന്നെയാണല്ലോ, കുറച്ച് വിശപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് ബ്രോക്കോളി എടുത്ത് വെച്ചു. അപ്പോഴേക്കും അശി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അശിക്ക് രാവിലെ മുട്ട കഴിക്കാൻ വേണ്ടി മുട്ടയാണ് ബ്രേക്ക്ഫാസ്റ്റ്, അത് കൊടുത്തു. പിന്നെ പാലും. എന്താ ഒരു സ്നേഹപ്രകടനം അല്ലേ. ഇങ്ങനെ തന്നെയാണ് കേട്ടോ, വീഡിയോ എടുക്കുമ്പോഴൊന്നും മാത്രമൊന്നുമല്ല, ഇങ്ങനെ തന്നെയാണ്, പൊതുവെ ഇങ്ങനെയാണ്. അപ്പോൾ അശിയോടെ മുട്ട കഴിക്കുകയാണ്. പിന്നെ ഞാൻ അശിക്കുള്ള ചിക്കൻ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോഴാണ് കവർ നോക്കിയിട്ട് കാണുന്നില്ല. നോക്കുമ്പോൾ അത് ബാഗിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു, പുറത്തെടുത്ത് വയ്ക്കാതെ. അപ്പം ഞാൻ കവറൊക്കെ എടുത്തിട്ട് വന്നു. ഫുഡൊക്കെ റെഡിയായി. ഫുഡൊക്കെ നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ റെഡിയാക്കി വെക്കും കേട്ടോ. അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് സുഖമാണ്, പെട്ടെന്ന് കഴിയും. അങ്ങനെ അശി ഇതാ ബാഗൊക്കെ തൂക്കി ഓഫീസിലേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അശി പോയി. ഇനി എന്താ പരിപാടിയും ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ടാവും. സാധാരണ ഞാൻ അശി പോയി കഴിഞ്ഞാൽ കിടക്കാറാണ് കേട്ടോ. പിന്നെ അത്രയും വിശപ്പൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ടേ കിടക്കുള്ളൂ. ഇന്ന് എന്തായാലും കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചീസ് എടുത്ത് നോക്കുകയാണ് ഞാൻ, ഡേറ്റ് കഴിഞ്ഞോ എന്നുള്ളത്. ഭാഗ്യം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ബ്രെഡ് വെച്ച് എന്തെങ്കിലും സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിനിടയ്ക്ക് ഉള്ളി മുറിച്ചിട്ടാണ് കണ്ണൊക്കെ എരിഞ്ഞ് ആകെ കൊള്ളായി. ഇന്ന് അമ്മേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു വേറെ ഒന്നും ഉണ്ടാക്കണ്ട, ഈ പുട്ട് ദോശ പത്തിരിയൊക്കെ കഴിച്ച് മടുത്തു. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി പിടിച്ചാലേ നമുക്കൊരു മടുപ്പില്ലാതെ ഇങ്ങോട്ട് തട്ടിമുട്ടി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ബ്രെഡ് വെച്ച് വെജിറ്റബിൾസൊക്കെ വെച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ച് ജസ്റ്റ് ഒരു ഇതാക്കാമെന്ന് വിചാരിച്ചു, സാൻഡ്വിച്ച് പോലെ. പക്ഷേ മയോണൈസ് ഇല്ലായിരുന്നു, അതെന്നോട് മറന്നുപോയി. കുഴപ്പമില്ല, ഞാൻ സോസ് മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കുറേ വെജിറ്റബിൾസും സോസും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇന്നിങ്ങനെ പോട്ടെ, ഒരു വെറൈറ്റി ഒക്കെ വേണമല്ലോ. അങ്ങനെ സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാൻ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ റൂമിലോട്ട് വന്ന് കർട്ടൻസൊക്കെ ഒന്ന് മാറ്റി കുറച്ച് നേരം വെയിൽ കൊള്ളാമെന്ന് വിചാരിച്ചു. അധികമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ വെയിൽ കൊണ്ടില്ല എന്ന് വെച്ചിട്ട് നമുക്ക് വേറെ പണികളൊന്നും വരണ്ടാന്ന് വെച്ചു. എനിക്ക് വൈറ്റമിൻ ഡിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഇനിയും അത് ആയിക്കോടാന്നില്ലല്ലോ. ഈ വൈറ്റമിൻ ഡിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. മുടി കൊഴിച്ചിലും പിന്നെ അങ്ങനത്തെ ഈ ജോയിൻറ്റ് പെയിൻസും അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്ക് അതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് കിടക്കും, കുറച്ച് ഉറങ്ങിപ്പോവാറുണ്ട്. അങ്ങനെ ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും എണീറ്റ് മുടിയൊക്കെ ഒന്ന് മാറ്റി കെട്ടി ഞാൻ നേരെ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ എടുത്ത് ചെടിക്കൊക്കെ കുറച്ച് വെള്ളം കൊടുക്കാമെന്ന്
വിചാരിച്ചു. പാവം വെയിലത്ത് വാടി നിൽക്കുവാണ്. അപ്പം നമ്മളല്ലേ ഇതൊക്കെ കൊടുക്കാനുള്ളൂ. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഞാൻ അലക്കിയിട്ട തുണികളൊക്കെ എടുത്തിട്ട് വന്നു. നേരെ കിച്ചണിൽ വന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇന്നൊരു വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. എല്ലാം ഇങ്ങനെ കാണിക്കണ്ടല്ലോ, അതുകൊണ്ട് കട്ട് ചെയ്യുന്നൊക്കെ ഇപ്പം എന്ത് കാണിക്കാനാ. ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളിയും പിന്നെന്താ കോളിഫ്ലവറും പിന്നെന്തായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസൊക്കെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. നെയ്യ് ഒഴിച്ചു, അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തു. പിന്നെ കുറച്ച് പെരുംജീരകം പിന്നെ അതൊക്കെ ഇട്ട് അതൊക്കെ ഒന്നിങ്ങനെ പൊട്ടിത്തെറിച്ച് വന്നപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഒരു അടിപൊളി എന്താവുന്നൊന്നും എനിക്കറിയില്ല. ഒരു ഫ്ലോയിൽ ഓരോന്നോരോന്ന് ഇട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം ഉള്ളി ഇട്ട് കൊടുത്തു, പിന്നെ ക്യാരറ്റ് ഇട്ടു, പിന്നെ എല്ലാം ഇട്ടിട്ടുണ്ടേ. എല്ലാം ഇടുന്നു ഞാൻ കാണിച്ചിട്ടില്ല. കട്ട് ചെയ്ത് വെച്ചൊക്കെ ഇട്ടു. പിന്നെ മസാലകളൊക്കെ ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്, ഗരം മസാല. നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് വാടി വരട്ടെ. അപ്പോഴേക്കും ഞാൻ അരി കഴുകി വെക്കാൻ വിചാരിച്ചു. കൈമ റൈസാണ് എടുത്തത്. അങ്ങനെ എടുത്തതിൻ്റെ ഡബിൾ അളവിൽ വെള്ളം ഒഴിച്ച് വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അരി അതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ അരി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇനി ഇതവിടെ കിടന്ന് അങ്ങോട്ട് ആവട്ടെ. അപ്പോൾ ഈ വെള്ളമൊക്കെ അളവൊക്കെ എനിക്ക് അമ്മയാണ് കേട്ടോ പറഞ്ഞു തന്നത്. എനിക്ക് അങ്ങനെ വലിയൊരിതൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വെജിറ്റബിൾ റൈസൊക്കെ ഉണ്ടാക്കുമല്ലേ, അപ്പോൾ ഒരു സാലഡും കൂടെ ആവാമെന്ന്. തൈരൊന്നും ആക്കുന്നില്ല, ജസ്റ്റ് കുക്കുംബറും പിന്നെ ക്യാരറ്റും കൂടെ ഇട്ട് കുറച്ച് ലെമൺ ജ്യൂസും ഇട്ട് അങ്ങനെ ഒരു സിമ്പിൾ സാലഡും ഉണ്ടാക്കി. പിന്നെ 2 മീനെടുത്ത് വറുക്കാൻ വിചാരിച്ചു. 2 അല്ല, 3-4 എടുത്തിട്ടുണ്ട്. കിങ് ഫിഷാണേ. അതെടുത്ത് വറുത്തും വെച്ചു. ചൂടായതുകൊണ്ട് അടുക്കളയിലൊന്നും നിൽക്കാൻ വയ്യ കേട്ടോ, അത്രയും ചൂടാണ്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് അപ്പോഴത്തേക്കും നമ്മുടെ റൈസൊക്കെ സെറ്റായി കേട്ടോ. പിന്നെ ഞാൻ നേരെ റൂമിലേക്ക് വന്നു. കുറച്ച് സമയം തണുപ്പൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ചു. ഒടുക്കത്തെ ചൂടാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ. അങ്ങനെ തുണികളൊക്കെ മടക്കി വെച്ചു. ഇനി നേരെ പോയി കുളിക്കണം. ഉച്ചയ്ക്ക് മുന്നേ കുളിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് രാവിലെ തന്നെ കുളിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ മടിയാണ് ഗൈസ്, എന്ത് ചെയ്യാനാ. അപ്പോൾ എന്തായാലും ചോറ് കഴിക്കുന്നതിന് മുന്നേ കുളിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഇടയ്ക്ക് നടക്കാറില്ല, ഇടയ്ക്ക് വൈകുന്നേരമൊക്കെ ആയി പോവാറുണ്ട്. എന്തായാലും ഇന്ന് നമുക്ക് കുളിക്കാം. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുറച്ച് മസാജൊക്കെ കൊടുത്ത് കുളിക്കാൻ പോവുകയാണ്. എനിക്കിങ്ങനെ ഡ്രസ്സ് എന്താ പറയുക, എനിക്ക് ഒരേ ഡ്രസ്സ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മടുക്കും കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ എനിക്ക് മടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ എന്തിനാ, നമുക്കിങ്ങനെ തോന്നുമ്പോൾ ഡ്രസ്സ് വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, അതിനല്ലേ നേരം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, അങ്ങനെ അങ്ങോട്ട് പോവുക. കുളി കഴിഞ്ഞ് വന്ന എന്താ പരിപാടി, സ്കിൻ കെയർ. അപ്പോൾ ഞാൻ മേലൊക്കെ വാരി തേക്കുന്നുണ്ട്. ബാത്ത് ആൻഡ് ബോഡീൻ്റെ ക്രീമാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് 2 ഗുണം. എന്താ, സ്കിന്ന് നല്ല മോയ്സ്ചർ ആവുകയും ചെയ്യും, പിന്നെ നല്ല സ്മെല്ലും ആയിരിക്കും. ഇതാകുമ്പോൾ നമുക്കൊരു പെർഫ്യൂമിൻ്റെ എത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതും കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ഫോണൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് വല്ല മെസ്സേജ്, നമുക്കൊന്നും ഇപ്പോൾ ആരും മെസ്സേജ് അയക്കാനൊന്നും ഇല്ല, എന്നാലും ഒന്ന് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് നേരെ നമുക്ക് ഫുഡ് കഴിക്കാം. ഈ സ്പെഷ്യലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അന്ന് ഫുഡ് കഴിക്കാൻ ഒരു ഇഷ്ടം കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ റൈസൊക്കെ എടുത്തു. എന്തായാലും സംഭവം കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ അടിപൊളി ഭയങ്കര അപാരമെന്നൊന്നും പറയുന്നില്ല, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. തീരെ മോശമല്ല, ഭയങ്കര അടിപൊളിയല്ല, ഒരു ഇതിലങ്ങ് പോകുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അമ്മയും അച്ഛനൊക്കെ വന്നു കേട്ടോ. കുറച്ച് പേരൊക്കെ അന്വേഷിക്കാറുണ്ടല്ലോ, അവരെപ്പോഴോ വന്നിട്ടുണ്ട്. പിന്നെ അമ്മയൊക്കെ എൻ്റെ വീഡിയോയിൽ പെടാതെ മുങ്ങി നടക്കുകയാണ് കേട്ടോ. അമ്മയ്ക്കൊക്കെ ഭയങ്കര കുറവാണ് വീഡിയോയിൽ വരാൻ, പക്ഷേ കുഴപ്പമില്ല, ഞാൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബാൽക്കണിയിൽ പോയി നിന്നപ്പോൾ വീണ്ടും 2 മീനിനെ നമ്മൾ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണെന്നായിരിക്കുമല്ലോ. അന്ന് എനിക്ക് അത്യാവശ്യം നല്ലൊരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയി തലയിലേക്ക് ഇട്ട് തോർത്തൊക്കെ കഴിച്ച് റൂമിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ടേബിൾ കണ്ടിട്ട് എനിക്ക് തന്നെ ദേഷ്യം തോന്നുന്നു. ഇത് ഞാനും കൂടെയാണ് വലിച്ചു വാരിയിട്ടേക്കുന്നത്. അതിൻ്റെ മേലെ ഇനി ഒരു സൂചി കുത്താൻ സ്ഥലമില്ല, അത്രയും വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് നേരം കിടന്ന് ഫോണിലൊക്കെ കളിച്ചപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ടുണ്ട്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് കിടക്കുകയാണ് സാധനം. കുറേ സമയം നല്ലോണം സംസാരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ അടിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായി. പിന്നെ ഞാൻ എണീറ്റ് പോയി. ഇല്ല, അവസാനം എന്താവും, ഞാൻ തന്നെ കരയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ
ഒഴിവാക്കി. തൽക്കാലം ഒന്നും ചെയ്തില്ല. ഞാൻ എണീറ്റ് പോയി. പുറത്തേക്ക് നോക്കിയപ്പോൾ ദേ കുട്ടികളൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നേരെ അശ്വിക്ക് ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചായ ഇട്ട് കൊടുക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചായയോ കാപ്പിയോ വൈകിട്ട് അതോ എന്തെങ്കിലും ഒന്ന് നിർബന്ധമാണ് കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി, ഇല്ലേ വേണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ അങ്ങനെ ചായ കിട്ടി ഞാൻ നേരെ അശ്വിനെ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് പോയതായിരുന്നു. അപ്പോൾ അതെ ഒരാൾ ചുമ്മാ എന്നെ പേടിപ്പിക്കാൻ, എന്നെ കളിപ്പിക്കാൻ വേണ്ടി എണീറ്റ് വന്ന് എൻ്റെ അടുത്ത് ഗുസ്തി പിടിച്ചായിരുന്നതാ. എൻ്റെ ഫോൺ ഇതാ കിടക്കുന്ന താഴെ. എന്ത് പറയണം ഞാൻ, എന്തോ ഭാഗ്യത്തിന് താഴെ പോയില്ല. ഞാനാണെങ്കിൽ ട്രൈപോഡൊന്ന് മാറ്റി എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. ഇത് എൻ്റെ ഫോണിൻ്റെ ഭാഗ്യമാണ് കേട്ടോ. എത്ര തവണ വീണോന്നറിയോ, പക്ഷേ ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. എപ്പോഴാണാവോ എന്നെ ചതിക്കുകയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഈ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ റൂമിൽ വന്നിരുന്നു. അശി ഒരു പെൻഡ്രൈവ് വാങ്ങിച്ചിരുന്നു. നമുക്ക് നമ്മുടെ 2 പേരുടെയും ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. 2 പേരുടെയും ഫുള്ളാവാൻ കാരണം ഞാനാണ് കേട്ടോ. എല്ലാ ഫോണിലും ഫുൾ എൻ്റെ വീഡിയോസും എൻ്റെ ഫോട്ടോസും ആയിരിക്കും. അങ്ങനെ അതൊക്കെ കുറച്ച് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ അമ്മ വിളിച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കുടിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ വെജിറ്റബിൾ സൂപ്പാണ് കേട്ടോ. കൊള്ളാം, നല്ല എരിവൊക്കെ ഉണ്ട്. നല്ല കുരുമുളകിൻ്റെ ഒക്കെ എരിവുള്ളതുകൊണ്ട് എനിക്കിഷ്ടമായി. അങ്ങനെ സൂപ്പൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അശി പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. അശിക്ക് എന്തോ ഫിൽറ്റർ എന്തോ വാങ്ങിക്കാനുണ്ട്, അതുകൊണ്ട് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ നാളെ അശിക്ക് ഉച്ചയ്ക്കാണ് ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ പിന്നെ രാവിലെ നേരത്തെ എണീക്കൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ നേരെ മത്തർക്കദീമിലോട്ടാണ് പോയത്. അവിടുന്ന് ഇതാ ഒരു ഫിഷിൻ്റെ ഒക്കെ അശി അവിടെ നിന്ന് സാധനം നോക്കുകയാണ്. ഞാനിവിടുന്ന് ഫിഷിനെയൊക്കെ കണ്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സാധനം വാങ്ങിച്ച് പുറത്തിറങ്ങി ഇങ്ങനെ വണ്ടീൻ്റെ അടുത്തേക്ക് നടക്കുമ്പോഴുണ്ട് ദാ കിടക്കുന്നു നമ്മുടെ ബാസ്കിൻ റോബിൻസ്. അപ്പോൾ പിന്നെ എനിക്ക് ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചൊരു എനിക്ക് ഒരുപാടൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല, ഒരു കുഞ്ഞു ഐസ്ക്രീം വാങ്ങിക്കാൻ വിചാരിച്ചു. സാധാരണ കഴിക്കുന്നതിലും എന്തെങ്കിലും ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാംഗോ വിത്ത് പാഷൻ ഫ്രൂട്ട് ആണ് കേട്ടോ വാങ്ങിച്ചത്. എന്താവുന്നൊന്നും അറിയില്ല, മിക്കവാറും ഫ്ലോപ്പ് ആവും. കാരണം ഞാൻ എന്ത് വെറൈറ്റി പിടിക്കാൻ വിചാരിച്ചാലും എപ്പോഴും ഫ്ലോപ്പ് ആവാറേ ഉള്ളൂ. എന്തെങ്കിലും നമുക്ക് കഴിച്ച് നോക്കാം. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ മേലെ കുറച്ച് ടോപ്പിങ്സ് ആയിട്ട് ഫ്രൂട്ട്സും പിന്നെ ഒരു മിൽക്കി ബാറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു പാക്കിങ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ച് നോക്കാം. അശി ഇത് വാങ്ങിച്ചപ്പോൾ അശി പറഞ്ഞ ഇതോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ പിന്നെ കുഴപ്പമില്ല, എന്തായാലും നമ്മളിങ്ങനെയൊക്കെയല്ലേ എപ്പോഴും ഒരേ സാധനം കഴിച്ചാൽ മടുപ്പ് വരില്ലേ. അങ്ങനെ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്കിഷ്ടമായി കേട്ടോ. എനിക്ക് പുളിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് എനിക്കിഷ്ടമായി. മാംഗോണിയും രണ്ടിൻ്റെയും ഫ്ലേവർ ഇങ്ങനെ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും എനിക്ക് വലുതായിട്ട് കിട്ടിയില്ല, പക്ഷെ എനിക്കിഷ്ടമായി. കുറച്ച് ഞാൻ ടേസ്റ്റൊക്കെ അശിക്കും കൊടുത്തു, അശിക്കും ഇഷ്ടമായി കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മളിതാ നേരെ ഡേ ടു ഡേയിലോട്ടാണ് വന്നത്. ഇതിപ്പോൾ പുതുതായിട്ട് ഇവിടെ ഓപ്പൺ ആയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ വിചാരിച്ചു. പിന്നെ എനിക്കൊരു ചെരുപ്പ് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, കുറേ ആയിട്ട് വിചാരിക്കുന്നു. എൻ്റെ കയ്യിലുള്ള ചെരുപ്പൊക്കെ എനിക്ക് കുറേ ദൂരം നടക്കുന്ന സമയത്ത് ഭയങ്കര പെയിനാണ്, ഭയങ്കര കട്ടിയില്ല. അപ്പോൾ അവിടെ നിന്ന് ചെരുപ്പ് നോക്കി, എനിക്ക് ഇഷ്ടമായില്ല. പക്ഷേ മനസ്സോടെ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. അശി പറഞ്ഞു തൽക്കാലം ഇവിടുന്ന് ഒരെണ്ണം എടുക്കുക, നമുക്ക് വേറെ നല്ലത് വേറെ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അശീൻ്റെ വാക്ക് കേട്ട് അങ്ങനെ ഞാനൊരു എണ്ണം എടുത്തിട്ടുണ്ട് അവിടുന്ന്. അങ്ങനെ അവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ബില്ലിങ്ങിലാണ് ഒടുക്കത്തെ തിരക്കായിരുന്നു. കുറേ സമയം അവിടെ നിൽക്കേണ്ടി വന്നു. അതിന് ഈ സാധനത്തിൻ്റെ വായിലിരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു കേട്ടോ. കാരണം അപ്പം തന്നെ സമയം 10-10 ആയിട്ടുണ്ടായിരുന്നു. വേഗം പോയിട്ട് നേരത്തെ കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ലേറ്റ് ആവാൻ കാരണം ഞാനാണ് മെയിനായിട്ട്. അപ്പോൾ അതിന് ചീത്തയല്ല, അശി ഇങ്ങനെ ഞാൻ കാരണമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അതേ ഒരാൾ എനിക്ക് കോലുമിഠായി വാങ്ങിച്ച് തന്നിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ എന്നോട് ചോദിക്കാറില്ലേ ഞാൻ എന്തിനാ ഇങ്ങനെ കൊഞ്ചുന്നതെന്ന്? ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് അശി എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ തന്നെ പറ, ഞാൻ ഇങ്ങനെയല്ലേ അശീൻ്റെ അടുത്ത് നിൽക്കുള്ളൂ? ഇങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ചീത്തയാവാതിരിക്കും? അപ്പോൾ അതാണ് കാര്യം. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അശി പറഞ്ഞു ഭയങ്കര ദാഹം, ഒരു നാരങ്ങ സോഡ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. സോഡ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കും ഉണ്ടായിരുന്നു നല്ല ദാഹം, എന്നാൽ പിന്നെ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു നാരങ്ങ സോഡയൊക്കെ ഉണ്ടാക്കി കുടിച്ച് അശിക്കും കൊടുത്തു. നല്ല തണുപ്പ്, നല്ല സുഖം ഉണ്ടായിരുന്നു കുടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് നീങ്ങിപ്പോയത്. ഞാൻ പറഞ്ഞില്ല ഇന്ന് ഞാൻ രാത്രി വരെ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
കുറേ അല്ലേ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ഗുഡ് നൈറ്റ്.